കൗമാരപ്രായത്തിൽ 2 കൊലപാതകങ്ങൾ, 3.5 പതിറ്റാണ്ടിന് ശേഷമുള്ള വെളിപ്പെടുത്തൽ. മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ കുറ്റസമ്മതം പോലീസിന് പുലിവാല് പിടിപ്പിച്ചിരിക്കുകയാണ്. കൊല്ലപ്പെട്ടവർ ആരാണ്? കൊലപ്പെടുത്തിയത് മുഹമ്മദ് അലി തന്നെയാണോ? ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. 14-ാം വയസ്സിൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഒരാളെ വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ട് കൊന്നതായി കഴിഞ്ഞ മാസം 5-നാണ് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ പോലീസ് കൊല നടന്ന സ്ഥലം കണ്ടെത്തിയെങ്കിലും മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നാലെയാണ് കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് ഒരാളെ കൊന്നുവെന്നും മുഹമ്മദ് അലി തുറന്നു പറഞ്ഞത്. ഇതിൽ നടക്കാവ് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആന്റണി എന്ന പേരുള്ള ഇയാൾ പിന്നീട് മതം മാറി മുഹമ്മദ് അലി ആയെന്നാണ് വിവരം. മുഹമ്മദ് അലിയുടെ മനോനില പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. കൂടരഞ്ഞിയിലെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ കൊന്നതാണെന്നാണ് മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഇതിന്റെ അന്വേഷണത്തിനിടയിലാണ് 2ാമത്തെ കൊലപാതകം നടത്തിയതായി ഇയാൾ വെളിപ്പെടുത്തിയത്. 1989 വെള്ളയിൽ ബീച്ചിൽ വെച്ചും ഒരാളെ കൊന്നെന്നായിരുന്നു വെളിപ്പെടുത്തൽ. അക്കാലത്തെ പത്രവാർത്തകളിൽ 2 സംഭവങ്ങളുമുണ്ട്. എന്നാൽ 2ഉം അജ്ഞാത മൃതദേഹങ്ങളെന്നാണ് വാർത്തകളിലുള്ളത്. അന്ന് അവകാശികളാരും എത്തിയിരുന്നില്ലെന്നും പോലീസ് റെക്കോർഡുകളിൽ നിന്ന് വ്യക്തമായി. അപ്പോൾ പിന്നെ കൊല്ലപ്പെട്ടവർ ആരാണ്? അവരെ തിരിച്ചറിയാനുള്ള ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ്. ഇതിനിടെ മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് സഹോദരൻ വെളിപ്പെടുത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. പതിനാല് വയസ്സുള്ളപ്പോൾ കൂടരഞ്ഞിയിലെ പണിസ്ഥലത്ത് ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ തോട്ടിലേക്ക് ചവിട്ടി വീഴ്ത്തിയെന്നും ഇയാൾ മരിച്ചെന്നുമായിരുന്നു ആദ്യ വെളിപ്പെടുത്തൽ. ഇതിൽ പരിശോധന നടത്തിയ പോലീസ് 116/86 രജിസ്റ്റർ ചെയ്ത കേസിൽ വീണ്ടും അന്വേഷണം തുടങ്ങുകയും കൊല നടന്ന സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. മരിച്ചയാൾക്ക് ജോലി നൽകിയ ആളിൽ നിന്നുൾപ്പെടെ വിവരങ്ങളും ശേഖരിച്ചു. എന്നാൽ കണ്ണൂർ ഇരിട്ടി സ്വദേശി എന്ന സൂചനകളല്ലാതെ മരിച്ചത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. വെള്ളയിൽ ബീച്ചിൽ കൊല നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ ഇത്രയും വിവരങ്ങൾ പോലും കണ്ടെത്താനായിട്ടില്ല. ഈ വെളിപ്പെടുത്തലുമായി സാമ്യമുള്ള കേസ് 1989 സെപ്റ്റംബർ 24-ന് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നതായി കണ്ടെത്തിയതോടെ പോലീസ് കേസ് റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ TK അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് കേസ് അന്വേഷിക്കുന്നത്. ആദ്യ കൊലപാതകത്തിന് ശേഷം കോഴിക്കോട് ജോലി ചെയ്യുന്ന കാലത്ത് പണം തട്ടിപ്പറിച്ച ഒരാളെ സുഹൃത്തായ ബാബുവിന്റെ സഹായത്തോടെ ശ്വാസം മുട്ടിച്ചു കൊന്നെന്നാണ് വെളിപ്പെടുത്തൽ. വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് മുഹമ്മദ് അലി മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് പറഞ്ഞ് സഹോദരൻ പൗലോസ് രംഗത്തെത്തിയത്. ഇതിന് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും സഹോദരൻ പോലീസിനോട് പറഞ്ഞു. ആന്റണി എന്നായിരുന്നു മുഹമ്മദ് അലിയുടെ ആദ്യ പേര്. കൂടരഞ്ഞിയിൽ നിന്നും വിവാഹം കഴിച്ച ഇയാൾ ഭാര്യ ഉപേക്ഷിച്ചതോടെ മലപ്പുറം വേങ്ങരയിലേക്ക് പോയി. അവിടെ നിന്ന് വീണ്ടും വിവാഹം ചെയ്തതോടെയാണ് മതം മാറി മുഹമ്മദ് അലി ആയത്. കൂടരഞ്ഞിയിൽ തോട്ടിൽ നിന്നും മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് താനും സഹോദരനും സ്ഥലത്തില്ലായിരുന്നുവെന്നും പൗലോസ് പറയുന്നു. അതിനു മുമ്പേ നാട് വിട്ടുപോയ ആന്റണി 8 വർഷം കഴിഞ്ഞാണ് നാട്ടിൽ തിരിച്ചെത്തിയതെന്നാണ് പൗലോസ് പോലീസിനോട് പറഞ്ഞത്. അതേസമയം മുഹമ്മദ് അലി പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇയാളുടെ മനോനില പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്.